8 ക്യാമ്പിലേക്ക് റവന്യൂ മന്ത്രി, വനം മന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ മന്ത്രി, ഞങ്ങൾ ഒരു ടീം പോവുകയാണ്. ഒരു ടീം ഇവിടെ പോകുമ്പോൾ ഒരു ടീം മന്ത്രിമാർ ദുരന്തം നടന്ന കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് 5 പേരുണ്ട്. ഞങ്ങൾ ഈ ക്യാമ്പുകളൊക്കെ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങളെവിടെ എത്തുമ്പോൾ ആ ടീം ക്യാമ്പുകളിലേക്ക് വരും. ഇങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ചാർട്ട് രാവിലത്തെ മീറ്റിങ്ങിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ക്യാമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമാണ് നമ്മൾ ഇവിടെ ക്യാമ്പിലുള്ളവരെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലുള്ളവരാണ്. കുടുംബത്തിലുള്ളവരെ നഷ്ടപ്പെട്ടവരുൾപ്പെടെയുണ്ട്. അപ്പോൾ ചിലർക്ക് ഫിസിക്കലി വേറെ വലിയ നിലയിലേക്കുള്ള പ്രയാസങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമത് കൃത്യമായി ഭക്ഷണം, മറ്റാവശ്യങ്ങൾ കൃത്യമായി നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. മൂന്നാമത്തത് ഇവിടെ അവർക്ക് വേണ്ട ബാത്റൂം ഫെസിലിറ്റി ഇവിടെ നിലവിലുള്ളതിന് പുറമെ പോർട്ടബിൾ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ മറ്റ് ചുമതലകളുടെ കാര്യങ്ങൾ നേരത്തെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനും അതോടൊപ്പം ഈ ക്യാമ്പിലുള്ളവരെ കുറിച്ച് അന്വേഷിച്ചാൽ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നും കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഇന്ന കാര്യങ്ങളാണെന്ന് പറയുന്ന സംവിധാനം ഒരുക്കുന്നുണ്ട്. ക്യാമ്പിനൊരു സിംഗിൾ ചുമതലയുണ്ട്, അത് മന്ത്രിയും കൂടി ഇവിടെ സൂചിപ്പിക്കും. ആ ചുമതല അതുപോലെ ഓരോന്നിനും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, ഭക്ഷണത്തിനൊരാൾക്ക്, മറ്റ് സംവിധാനങ്ങൾക്ക് ഒരാൾക്ക്, അങ്ങനെയും വീതിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി പരിശോധിക്കും. ഞങ്ങളുടെ ഈ മന്ത്രിമാരുടെ ടീം ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ 8 ക്യാമ്പിൽ പോയി തിരിച്ച് അവിടെ എത്തും. ഈ 8 ക്യാമ്പിലെ ഞങ്ങളുടെ ആ എക്സ്പീരിയൻസ് ഉദ്യോഗസ്ഥരുമായി ഷെയർ ചെയ്തുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കും. ക്യാമ്പിലുള്ളവരെയും ചിലരെ ഞങ്ങൾ കണ്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കേൾക്കുകയാണ്. ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ മറ്റേ ടീം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടീമുണ്ട്, മിനിസ്റ്റേഴ്സ് ടീം, അവർ വന്ന് ക്യാമ്പുകളിൽ സന്ദർശിക്കും.